മേയർ വി രാജേഷ് അതിശക്തമായ മാധ്യമ പ്രവർത്തനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കോർപ്പറേഷന്റെ സ്വന്തം പരിപാടിയല്ല എന്ന് പറയുന്നു. കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഉറപ്പായും ആ നോട്ടീസ് നമ്മൾ കണ്ടതാണ്. ഈ മേയർ പറയുന്നത് പോലെ ക്ഷണിച്ചിട്ട് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചതാണോ എന്നുള്ളത് മേയർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇവിടെ എന്തായാലും സംഘാടകർ ഉൾപ്പെടെ കയ്യിലുള്ള നോട്ടീസിൽ മേയറുടെ പേരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മേയർ പങ്കെടുക്കുന്ന പരിപാടി എന്ന് നമ്മൾ വന്നപ്പോഴുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഒരു കാര്യം, പുനർജനി സംഘടന നടത്തുന്ന പരിപാടിയിൽ കോർപ്പറേഷന്റെ സഹകരണം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അതിന്റെ നോട്ടീസ് നമ്മൾ കണ്ടു. ഒപ്പം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് രാവിലെ തൈ നൽകി ഉദ്ഘാടനം ചെയ്യുന്ന മേയറുടെ ഫോട്ടോകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ സംഘാടകരോട് തന്നെ ആ ഫോട്ടോ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അവർ തന്നെ പറഞ്ഞു മേയർ ഇത്തരത്തിൽ തൈ നൽകി ഉദ്ഘാടനം ചെയ്തതാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഒരുപക്ഷെ ഇത് ഇത്തരത്തിൽ അബദ്ധമായപ്പോഴാണോ ഇത്തരത്തിലൊരു വാദമുഖവുമായി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ മോദി കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഈ പുനർജനിയുടെ തന്നെ പരിപാടിയിൽ വൃക്ഷത്തൈ നൽകുന്ന ചിത്രങ്ങൾ, രാഹുൽ ശേഖരിച്ച ചിത്രങ്ങൾ ഇതാ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രേക്ഷകരെ. പങ്കെടുക്കുന്നില്ല, എനിക്കറിയില്ല, എൻ്റെ അനുവാദമില്ലാതെയാണ് പേര് വെച്ചത്, ഇത് ജനാധിപത്യ സംവിധാനത്തിലുള്ളതാണ്, രാജഭരണമല്ല പട്ടാള ഭരണമല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ അത് നടന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ പങ്കില്ല എന്ന് മേയർക്ക് പറയാനാവുക? തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ കൃത്യമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ലാഭം എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുക. നഗരസഭയുടെ പേരിൽ 2 വാർത്തയടിക്കുമ്പോൾ മൈലേജ് കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങളാണ് ദൃഷ്ടാന്തം, ഈ ദൃശ്യങ്ങളാണ് വാസ്തവം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇവിടെ ഇങ്ങനെ വാഹനം പോകുമ്പോൾ അതിൽ ഇടപെടേണ്ട നഗരസഭയാണ്. ഒപ്പം നഗരസഭ, മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഫോട്ടോകളുണ്ട്. മേയർ പങ്കെടുക്കുമെന്ന് നോട്ടീസിലുണ്ട്. കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇടപെടാതിരിക്കാൻ കഴിയുക? മോദി ചോദിച്ചതുപോലെ ഫ്ലെക്സിൽ നിന്ന് ഫോട്ടോ മറയ്ക്കാൻ പറയുന്നത് പോലെ തന്നെ മറ്റൊരു വാക്കായി, മറ്റൊരു വരിയായി ഈ പരിപാടി അവിടെ നിന്ന് മാറ്റണം എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഉദ്ഘാടനം പറയാൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് കഴിയുന്നില്ലേ എന്നതും ചോദ്യമാണ്. അത് നിങ്ങൾ പറയണം കേസെടുക്കാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ കേസെടുക്കൂ എന്ന്. മാധ്യമങ്ങൾക്ക് കേസെടുക്കാൻ വകുപ്പില്ല. നമുക്കിത് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനും പങ്കുവയ്ക്കാനുമേ കഴിയൂ. എന്നിട്ടും മേയർ നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പാടില്ലേ എന്ന്. നമുക്ക് അനുമതി ലഭിച്ചോ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക. പോലീസിന്റെ ആ മറുപടി എങ്ങനെയായിരുന്നു എന്ന് ഞാൻ മോദിയോട് സൂചിപ്പിച്ചതാണ്. ഇത് നഗരസഭയുടെ വേദിയാണല്ലോ എന്നാണ് പോലീസ് ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അവർക്ക് ഔദ്യോഗികമായി പ്രതികരിക്കുക അല്ലെങ്കിൽ മൈക്കിലൂടെ പ്രതികരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പരിമിതി ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത് അനുമതി ലഭിക്കാതെയാണ് പണിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ പുനർജനി സംഘടനയുടെ പരിപാടിയാണെങ്കിൽ അത് സഹകരിക്കുന്നുണ്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നോക്കൂ, ഈ പരിപാടി ഉദ്ഘാടനം കഴിയുമ്പോൾ എവിടെയാണ് ഈ പരിപാടി നടക്കുക എന്നുള്ളത്. അത് മോദി ചോദിച്ചതുപോലെ ഈ സ്റ്റേജ് പണിയുന്ന ഘട്ടത്തിലും ഒക്കെ ആളുകൾക്ക് ഇരിക്കേണ്ടതല്ലേ. ആളുകൾ അറിഞ്ഞില്ലെങ്കിലും ഇത്തരത്തിൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മേയറായിരുന്നു. ആ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ആളുകളും ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ പരിപാടിയുടെ വേദി വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ ഫ്ലെക്സ് ഉൾപ്പെടെ കൊണ്ട് മറയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ആ ഫോട്ടോ കൂടി നമ്മളിപ്പോൾ എന്തായാലും പുറത്തുവിടുകയാണ്. തീർച്ചയായിട്ടും